മാധവൻപിള്ളക്ക് ഈ മാധവൻപിള്ളക്ക് പെൻഷൻ ഇല്ല. രാമണിയുടെ പെൻഷനാണ് മാധവൻപിള്ള പോയി വാങ്ങിക്കണ്ടായിരുന്നത്. അതറിയില്ല. രമണി ആയിട്ട് പലമ്പായിട്ട് ഇപ്പോൾ രമണി നേരിട്ട് ട്രഷറി പോയിട്ട് വാങ്ങിക്കാന്നല്ല എന്ന് പറഞ്ഞത്. നീ വെറുതെ പോടട്ടെ അഞ്ജലിയെ, പെട്ടു. പാടി പാടി നീ ചാവും ബസ് സ്റ്റാൻഡിൽ. ഒരു തരി വെള്ളം പോലും കിട്ടില്ലേട്ടാ. ഗുഡ് നൈറ്റ് ഹേ എന്ന് വിളിങ്കോ. താങ്ക് യുടാ. ഗുഡ് നൈറ്റ് ഇടാ അഞ്ജലി. ഉറപ്പിച്ചായിരിക്കും, ഉറക്കപ്പിച്ചിലായിരിക്കും പറഞ്ഞിട്ട് അഞ്ജലി. അതോ ഇനിയിപ്പോ ഈ പെപ്സി ചേച്ചിനെ കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും അഞ്ജലിക്ക് യാത്ര. ചേച്ചി അഞ്ജലി അഞ്ജലി പിള്ളച്ചേട്ടൻ ശരിയല്ലാതെ പറഞ്ഞിട്ട് ചേച്ചി മാധവൻപിള്ള അഞ്ജലി നമുക്ക് ജീവിക്കാൻ അത് തന്നെ ധാരാളം എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ജലി. അല്ല ഷിജു അല്ല അഞ്ജലി മാധവൻപിള്ള. അശോ ഇങ്ങേര് പോയില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ആരാ പോയില്ലെന്നാ? പൊളി ഇതാണ് ഉദ്ദേശിച്ചത്. പൊളിയല്ല, പോയില്ലേ. കോയാസിമി പറയണോ അഞ്ജലി നമുക്ക് പാടി പാടി ജീവിക്കാം അഞ്ജലി പറഞ്ഞിട്ടാ. നീ ഇന്നലെ മീൻ കറി പറഞ്ഞിട്ട് എനിക്ക് കൊതിയായിട്ടേ ചേട്ടനെ ഞാൻ പറഞ്ഞു. പിള്ളച്ചേട്ടാ രമണി എവിടെ ഉണ്ട്? അപ്പൻ്റെ പിള്ളേട്ട പറഞ്ഞിട്ട് അറിയ അവളുടെ കഴിഞ്ഞ് ഇവിടെ മിണ്ടി പോരുത്. അതെല്ലാം കോംപ്രമൈസ് ആയിട്ട് കോംപ്ലിമെൻ്റ് ആയിട്ട്. നമുക്ക് ഈ ലൈവ് ഇനി ഓഫ് ചെയ്യാണ്ടൊക്കെ എന്നെ വെച്ചാലോ ന്യൂട്ട് ലൈവ് ആയിട്ട്. അതൊരു ഷിജു നാളെ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ഇത് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. ആണോ? ഇന്ന് ബോംബ് ആർന്ന് ചേച്ചി. ഈ ചോദിച്ചാ എന്നിട്ട് കാര്യം ചോദിച്ചാ ഞാൻ ഇത് കേൾക്കണില്ല നീ പറയുന്നത്. ഇന്ന് ബോംബ് ആർന്ന് ചേച്ചി ചിരിക്കുന്നുണ്ട്. മാധവള ചിരിക്കുന്നുണ്ട്. ഷക്കീർ ഹായ് പറയുന്നുണ്ട്. ചേച്ചി സീസൺ അല്ലേ ഞങ്ങൾക്ക് കിട്ടാനുള്ള സീസണായിട്ട്. ഞങ്ങളുടെ വീടിൻ്റെ നേരിട്ട് ചേച്ചിയുടെ വീട്ടിൽ ഇതുണ്ട്. അവർ ആ പ്രാവ് വേറെ ഈ സീസൺ കൊടുത്തു മൊത്തത്തിൽ. എത്ര രൂപ ഉണ്ട്? 2000 എത്രയാണ് കൊടുത്തു? 1000 കൊടുത്തു. നല്ലോണം ഇഷ്ടംപോലെ ചക്കിനാവണതാണ്. അപ്പോൾ ഇപ്പം അവരും ഇപ്പോൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട ഗതികടയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതായത് അവർക്ക് കിട്ടും ചക്ക. പക്ഷെ നമുക്ക് പണ്ടത്തെ പോലത്തെ ഒരു ഇത് കിട്ടില്ല. സീസണല്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് തൊട്ട് ഞാൻ മാധവേട്ടനെ വിളിച്ചോ ഈ തൊട്ട് ഞാൻ മാധവേട്ടൻ എന്ന് വിളിച്ചോട്ടെ പറഞ്ഞിട്ട് അഞ്ജലി. അത് ഞാൻ അഞ്ജലി തന്നെ ആവില്ലേ? അഞ്ജലി നീ വാട്സപ്പിലേക്ക് ഒരു ഹായ് ചേട്ടാ എന്ന് പറഞ്ഞു വിട്ട ഒരു മെസ്സേജ്. നീ തന്നെയാണ് സംശയം ഈ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പം സമയം 10 മണി 12 മണിയാവാൻ 10 മിനിറ്റ് ഇട്ടാ. അജു റിസ്ക് എടുക്കണോ? 1500 RS പെൻഷനും കണ്ട് ഈ ആൻറ്റിക്ക് സാധനം എടുക്കണോ? ആൻറ്റിക്കിട്ടാ, അതായത് മറ്റേ പുരാതന സാധനം എടുക്കണോ? അഞ്ചു ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ ചുമരും ചിരിക്കും. ചിരി 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 ചെയ്യും. അത് വിട്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് അതിന് പിന്നത്തെ വർഷം നമ്മൾ ചിരിച്ചിരിക്കുന്നത്. ചേച്ചിനോട് പറയാനുള്ള ഇതാണ് എനിക്ക് മറ്റേ ചേച്ചിനെ കാണുമ്പോ പറയാനുള്ളത്. എന്താണ് ഈ പകക്ക് തീർക്കുക? ഈ മാധവേട്ടനെ പെട്ടെന്ന് അഞ്ജലി എന്ന് പറഞ്ഞ് അഭിനയി. ഈ മാധവേട്ടൻ്റെ പെണ്ണാണ് അഞ്ജലി എന്ന് പറഞ്ഞ് അഭിമാനിക്കാം അഞ്ജലി. ചേച്ചി ഹോ ഇവിടെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. മാധവപിള്ള ബാൽ വിളിക്കുന്നുണ്ട്. ചേച്ചി അഞ്ജലിയിൽ സ്നേഹം പൊട്ടിപ്പോയി ചേച്ചി എഴുന്നിട്ട് അങ്ങനെ പറയല്ലേ. മാധവേട്ടൻ ആരെങ്കിലും പിടിച്ച് തല്ലുന്ന് പറയുന്നുണ്ട്. ആൻറ്റി എന്തുട്ടാ ചവയ്ക്കുന്ന ചോദിക്കുന്നുണ്ട്. അതെ കണ്ടത്, അതെ സൗണ്ട് കിട്ടാ. അഞ്ജലി വിളിക്കുന്നുണ്ട് മാധവപിള്ള. ചേച്ചി ചിരിക്കുന്നുണ്ട്. പിന്നെ ഏട്ടൻ ദേഷ്യപ്പെടുന്നുണ്ട്. മാധവപിള്ള ചിരിക്കുന്നുണ്ട്. മാധവപിള്ളക്ക് ബമ്പറിലോട്ട് ഷക്കീറൊക്കെ ഓർക്കുന്നത് കയറ്റുക. ദൈവമേ എന്ത് പറ്റി?